ഈശോയുടെ സ്നേഹിതരെ, 41 വർഷം ആഴ്സിലെ ഗ്രാമീണ ദേവാലയത്തിൽ വൈദികനായി കഴിഞ്ഞുകൂടിയ മനുഷ്യനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈ ഗ്രാമീണ വൈദികനെ പോലെ പ്രസംഗിക്കുവാൻ എനിക്കും കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ആശ്ചര്യപൂർവ്വം അഭിപ്രായപ്പെട്ടത് ആഴ്സിലെ വികാരിയുടെ പ്രസംഗം കേൾക്കാനെത്തിയ അക്കാലത്തെ പ്രസിദ്ധ വാഗ്മിയും പണ്ഡിതനുമായ ലാക്കോർഡിയറാണ്. പക്ഷേ ഈ മനുഷ്യൻ പഠിച്ചിരുന്ന കാലത്ത് സഹപാഠികളും അധ്യാപകരുമൊക്കെ അദ്ദേഹത്തെ മൂഢനെന്നാണ് കരുതിയിരുന്നത്. ദൈവിക ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ ലോകത്തിൻ്റെ ജ്ഞാനമൊക്കെ എന്തിനാണ് മനുഷ്യർക്ക്? 1786 മെയ് 8 ഫ്രാൻസിലെ ഡാർഡിലിയിൽ ജനിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സകല കയ്പും നുകർന്ന് 1759 ഓഗസ്റ്റ് 4 ഈ ലോകത്തോട് വിട പറഞ്ഞ വിയാനിയച്ചൻ തൻ്റെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും പറയാൻ ശ്രമിച്ചത് ഒന്ന് മാത്രമാണ്: ജീവിക്കേണ്ടത് ഈ ലോകത്തിന് വേണ്ടിയല്ല, വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി. ജീവിക്കേണ്ടത് ഈ ലോകത്തിന് വേണ്ടിയല്ല, വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി. ഡയബല്ലോ, തലങ്ങും വിലങ്ങും എറിയുക, ചിതറിക്കുക എന്നൊക്കെയാണ് ഈ ഗ്രീക്ക് വാക്കിന് അർത്ഥം. ആ വാക്കുകൊണ്ടാണ് പുതിയ നിയമ വചനഭാഗത്ത് സുവിശേഷകന്മാർ പലപ്പോഴും സാത്താനെ വരച്ചിട്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. അവൻ നമ്മെ തലങ്ങും വിലങ്ങും എറിയുവാനും ചിതറിക്കുവാനും പരിശ്രമിക്കുന്നവനാണ്. ആത്മീയമായും ധാർമ്മികമായും ക്ഷയിച്ച ആഴ്സിലെ ജനം ദൈവപിതാവിങ്കിലേക്ക് തിരികെ നടക്കുന്നത് കണ്ടപ്പോൾ, അകലെ നിന്ന് പോലും ആളുകൾ പാപസങ്കീർത്തനം ചൊല്ലുവാൻ ആഴ്സിലെ വികാരിയുടെ പക്കലേക്ക് ഒഴുകിയെത്തുന്നത് കണ്ടപ്പോൾ, വിയാനി അച്ഛനെയും ചിതറിക്കുവാൻ അവൻ പല രീതികളിൽ ശ്രമിച്ചതാണ്. പള്ളിയോടടുത്ത് താമസിച്ചിരുന്ന ഒരു വേശ്യ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ദുഷ്ടബുദ്ധികൾ ആരോപിച്ചു ആ കുട്ടി വിയാനി അച്ഛൻ്റേതാണെന്ന്. അങ്ങാടി കവലകളിൽ അച്ഛനെതിരെ പോസ്റ്ററുകൾ ഉയർന്നു. അധാർമിക ജീവിതമാണത്രേ അച്ഛൻ നയിക്കുന്നത്. ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് കത്തിജ്വലിച്ച വിയാനി അച്ഛനെ ചിതറിക്കുവാൻ ഇത്തരം പൊള്ളയായ ആരോപണങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. വിയാനി അച്ഛൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്: എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഹൃദയം ദിവ്യനാഥന്റെ സ്വരം ശ്രവിക്കുക മാത്രം ചെയ്തപ്പോൾ കത്തിജ്വലിച്ചുവെങ്കിൽ ആ നാഥനെ ഉള്ളിൽ സ്വീകരിക്കുന്ന നാം എത്രയോ അധികമായിട്ട് കത്തിജ്വലിക്കുകയില്ല എന്ന്. സുംബല്ലോ, ഒന്നിച്ച് എറിയുക, ഏകോപിപ്പിക്കുക എന്നൊക്കെയാണ് ഈ ഗ്രീക്ക് വാക്കിന് അർത്ഥം. ഡയബല്ലോയുടെ ചിതറിക്കുന്നവൻ്റെ, സാത്താൻ്റെ നേർവിപരീത ഗുണം. ഈ വാക്കുകൊണ്ടാണ് സുവിശേഷം പരിശുദ്ധ മറിയത്തെ വരച്ചിടുന്നത്. അവൾ ഏകോപിപ്പിക്കുന്നവളാണ്, സംഗ്രഹിക്കുന്നവളാണ്. അവളുടെ കരം പിടിച്ച് നടക്കുന്നവരെ സാത്താൻ പിന്നെ എന്ത് ചെയ്യുവാനാണ്? ഒരു ഇടയന് ആദ്യമുണ്ടാകേണ്ട കൂട്ട് അവളുടേതാണ്. മണ്ടനായ വിയാനിയെ അച്ഛനാക്കാൻ കൊള്ളില്ല എന്ന് സകലമാന പേരും കട്ടായം പറഞ്ഞപ്പോൾ വികാരി ജനറൽ ഫാദർ കേർബൻ ചോദിച്ചത് ജോൺ മരിയ ഭക്തനാണോ, ജപമാല ചെല്ലാറുണ്ടോ, ഉണ്ടെങ്കിൽ പട്ടം നൽകാമെന്നാണ്. കെട്ടകാലത്ത് സഭയെ നയിക്കാൻ അങ്ങനെ ചില മനുഷ്യരെയാണ് ദൈവത്തിന് ആവശ്യം. അത് ആ വൈദികന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്തിരുന്നു. പ്രിയ സഹോദരങ്ങളെ, സുവിശേഷം ഇന്ന് നമ്മോട് പറയുകയാണ് ഈശോയ്ക്ക് വലിയൊരു മനസ്സലിവുണ്ടായെന്ന്. മത്തായിയുടെ സുവിശേഷം 9 35 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളത് കാണുന്നത്. വലിയ അനുകമ്പയുണ്ടായെന്ന്. സ്പ്ലാങ്കനിപ്സോമായി, ഉള്ളിൽ വലിയൊരു അസ്വസ്ഥതയുണ്ടായി എന്ന്. എപ്പോഴാണ്? ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ജനം പരിഭ്രാന്തരും നിസ്സഹായരുമാണെന്ന് കണ്ടപ്പോഴാണ്. പരിഭ്രാന്തർ, ഗ്രീക്കിൽ എസ്കുൾമെനോയി, തൊലിയൊക്കെ മുറിഞ്ഞ് കീറിയിരിക്കുന്ന അവസ്ഥ. ആടുകളുടെ കാര്യമാണെന്ന് ഓർക്കണം. ഇടയനില്ലാതെ ആടുകൾ മുള്ളുകൾക്കിടയിലൂടെയൊക്കെ യാത്ര ചെയ്ത് പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെയൊക്കെ പോയി ദേഹമൊക്കെ വല്ലാതെ കീറി വിണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ എസ്കുൾമെനോയി. അവർ നിസ്സഹായരായിരുന്നുവെന്ന്. ഗ്രീക്കിൽ എറിമ്മെനോയി, എറിയപ്പെട്ടത് എന്നർത്ഥം. മാരകമായ മുറിവ് പറ്റിയിട്ടോ അപകടം പിണഞ്ഞിട്ടോ ഇടയനില്ലാത്ത ആട് മലർന്നടിച്ച് വീണ് കിടക്കുന്ന നിസ്സഹായമായ അവസ്ഥയാണ് ഈ എറിമ്മെനോയി. ഇങ്ങനെയുള്ള മനുഷ്യരെ കണ്ടപ്പോഴാണ് ആ വലിയ ഇടയൻ്റെ ഉള്ളു പിടഞ്ഞത്. ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ഈ അവസ്ഥ കണ്ട് ഉള്ളു പിടഞ്ഞ് നിസ്വാർത്ഥമായിട്ട് ഇടയ ശുശ്രൂഷ ചെയ്യാനാവുകയുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, വലിയ ഞെരുക്കത്തിൻ്റെ കാലമാണ് ഇത്. ഈ കാലത്ത് ദൈവത്തിന് ചില മനുഷ്യരെ ആവശ്യമുണ്ട്. അവൻ്റെ ഹൃദയം പേർന്ന, സ്വാർത്ഥതയില്ലാത്ത, ആടുകളുടെ നിസ്സഹായതയും പരിഭ്രാന്തിയുമൊക്കെ കാണുമ്പോൾ ഉള്ളുവല്ലാതെ പിടയുന്ന, ആത്മാർത്ഥതയുള്ള മനുഷ്യരെ. അങ്ങനെ ഒരു മനുഷ്യനാകാൻ കഴിയുമോ എന്ന ചോദ്യമാണ്
ഈ സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിലേക്ക് വെച്ചു നീട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിൻ്റെ പരിഭ്രാന്തിയും നിസ്സഹായതയും അവരുടെ ആത്മീയമായ വീഴ്ചയും അവിടുത്തെ ഹൃദയത്തിന് വലിയ വേദന തന്നെയാണ്. ആഴ്സല വികാരി ഈ സത്യം വളരെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണല്ലോ ആത്മാക്കളുടെ രക്ഷയെ വലിയ ദാഹത്തോടെ അദ്ദേഹം നോക്കിക്കണ്ടത്. താൻ ഏറെ കൊതിച്ച ഏകാന്ത ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടി 17-18 മണിക്കൂറുകൾ കുമ്പസാരക്കൂട്ടിൽ ചെലവഴിച്ചത്. ഉരുളക്കിഴങ്ങ് മാത്രം കഴിച്ച് ദണ്ഡന ഉപകരണങ്ങൾ ഉപയോഗിച്ച് വലിയ പരിത്യാഗത്തിലൂടെ കടന്നുപോയത്. വലിയ ഇടയൻ്റെ ഹൃദയത്തോട് വിയാനിയച്ചൻ അത്രമേൽ ചേർന്നിരുന്നതുകൊണ്ടാവാം അൾത്താര വണക്കത്തോളം അവിടുന്ന് അദ്ദേഹത്തെ ഉയർത്തിയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ ഇടയൻ്റെ ഹൃദയം ധ്യാനിക്കാൻ, സ്വപ്നങ്ങൾ ധ്യാനിക്കാൻ, ആടുകളുടെ മനുഷ്യരുടെ അവസ്ഥയെ ധ്യാനിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ ദിനം വ്യർത്ഥമാണ്. വലിയിടയൻ്റെ ഹൃദയത്തിനോട് ഇണങ്ങിയ മനുഷ്യരാകാൻ ഈ ദിനം നമുക്ക് ദൈവപിതാവിങ്കിൽ നിന്ന് കൃപ ചൊരിയട്ടെ.